സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടിട്ടില്ല. ദേവികയും സിദ്ധാർത്ഥനും എല്ലാവരും കൂടി അരുന്ധതിയെ പരിഹസിച്ചതാണെന്ന് മനസ്സിലായതും അരുന്ധതി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ രാധാമണിയാണെങ്കിൽ അരുന്ധതിയുടെ അടുത്ത് നിന്നിട്ട് മേഡത്തിൻ്റെ കൂടെ ഞാനും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നീ ആരാ, നിന്നെ ഞാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി നല്ല പെർഫോമൻസ് തന്നെ അവിടെ കാഴ്ച വയ്ക്കുന്നുണ്ട്. പിന്നീട് അരുന്ധതി പോയതിന് ശേഷം രാധാമണിയോട് നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ട, എന്തായാലും അത് ഞങ്ങൾ ചെയ്യണില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോന്നും പറഞ്ഞ് പ്രഭാവതി ദേവികയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രാധാമണി പറയുന്നുണ്ട്, മേഡം ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ ആരെയും വെറുതെ വിടാനും പോണില്ല മേഡം ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തണ ആളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബം മൊത്തം മേഡം നശിപ്പിച്ച് കളയുന്നു. ആ സമയത്ത് ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവരകത്തേക്ക് കയറി പോകുന്നുണ്ട്. രാധാമണി ആണെങ്കിൽ ആ ബാഗൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഋഷിയാണെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്ത് അരുന്ധതിയെ കാണാഞ്ഞിട്ട് ആകെ ടെൻഷനായി അരുന്ധതിയെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് അരുന്ധതിയുടെ ഫോണിൽ വിളിച്ചിട്ട് അരുന്ധതിയെ കിട്ടണമില്ല, ഫോൺ ബെല്ലടിക്കണമൊന്നുമില്ല. ആ സമയമാണ് നമ്മളുടെ CP അങ്ങോട്ട് വരുന്നത്. CP ഋഷി പുറത്തിങ്ങനെ നിൽക്കണ കാണുമ്പോൾ എന്താ ഋഷി പറ്റിയ, എന്താ ഇങ്ങനെ പുറത്ത് നിൽക്കണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ അമ്മയില്ല, അമ്മ എവിടെ പോയി എന്ന് അറിയില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കണമില്ല എന്ന് പറയുമ്പം CP വേഗം തന്നെ ഫോൺ എടുത്ത് അരുന്ധതിക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അരുന്ധതി ഭയങ്കര ദേഷ്യത്തോടുകൂടി കാർ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അരുന്ധതി ഇങ്ങനെ മനസ്സിൽ സ്വയം പറയുന്നുണ്ട്, ദേവികയെക്കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല, അവളെ ഞാൻ എൻ്റെ മോളെ പോലെയാണ് കണ്ടത്, പ്രഭാവതിയോടുള്ള ശത്രുതയൊന്നും ഞാൻ ദേവികയോട് കാണിച്ചിരുന്നില്ല, എന്തായാലും പ്രഭാവതിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദേവികയെ MLA ആക്കിയത്, ഇതിപ്പോൾ എനിക്ക് തന്നെ ഭാര്യയായി വന്നു, അവൾ ഈ മാതിരി ഒരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, സിദ്ധാർത്ഥൻ്റെ ഡെഡ് ബോഡി കാണാനും അത് കണ്ട് പ്രഭാവതി കരയണം കാണാനും വേണ്ടി ഓടിച്ചെന്ന എന്നെ ഈ മാതിരി ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്തായാലും ദേവിക നീ ചെവിയിൽ നുള്ളിക്കോ, ഇനി എൻ്റെ മെയിൻ ശത്രു നീയാ, സിദ്ധാർത്ഥനോ പ്രഭാവതിയോ ഒന്നുമല്ല, നിന്നെ ഞാൻ വെറുതെ വിടണ പ്രശ്നമില്ല, നീ എത്ര കാലം MLA കസേരയിൽ ഇരിക്കുമെന്ന് എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാർ ഓടിച്ച് പോവാണ്ട്. ആ സമയത്താണ് ഫോൺ കിടന്ന് ബെല്ലടിക്കണത്. ആദ്യം ബെല്ലടിക്കണ കേട്ടിട്ടൊന്നും നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യണമൊന്നുമില്ല. പിന്നെ കുറേ പ്രാവശ്യം ഫോൺ ബെല്ലടിക്കണ കേൾക്കുമ്പം ഇതാരെ ഇങ്ങനെ കിടന്ന് വിളിക്കണേന്ന് വിചാരിച്ചുകൊണ്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ CPയുടെ പേര് കണ്ടതും ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ CP ഈ നേരത്തെ വിളിക്കണേന്ന് ചോദിക്കുമ്പം അല്ല മേഡം, ഞാൻ മേഡത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഋഷിയാണെങ്കിൽ ഇവിടെ ആകെ ഭയന്നിരിക്കുക, മേഡം ഇത് എവിടെയാണെന്ന് ചോദിക്കണം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ അത്യാവശ്യമായിട്ട് പുറത്ത് വരുമെന്ന് പോയതാ, ഇപ്പം തന്നെ ഞാൻ വീട്ടിലോട്ട് വരും, CP എന്തായാലും അവിടെ തന്നെ നിൽക്ക്, ഞാൻ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനുശേഷം പോയാൽ മതി എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് CP ശരി മേഡം വന്നിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തതും ഋഷി ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെയാണ്, അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല, ഇപ്പം തന്നെ വരും, എന്നോട് പോകരുത് ഇവിടെ നിൽക്കാനും പറഞ്ഞു, എന്തായാലും മേഡം വരട്ടെ, അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു CPയും ഋഷിയും കൂടി അരുന്ധതിയെ കാത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ചന്ദ്രോത്താണെങ്കിൽ സിദ്ധാർത്ഥനും പ്രഭാവതിയും ദേവികയും നന്ദനും കൂടി ഒരുമിച്ചിരുന്ന് ഇനി അരുന്ധതി എന്തൊക്കെ ചെയ്തു കൂട്ടാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മേഡത്തെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം, അവരെന്ത് ചെയ്യാനും മടിക്കില്ല എന്ന് ഇതോടുകൂടി ബോധ്യം. ഞാൻ വിചാരിച്ചത് മേഡം കുറച്ച് മനുഷ്യത്വമൊക്കെ ഉള്ള സ്ത്രീയാണ്, ഋഷിക്ക് മാത്രം അങ്ങനത്തെ സ്വഭാവമുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഇതിനു മുമ്പ് ഋഷി അമ്മയെ തട്ടിക്കൊണ്ട് പോയപ്പോൾ തന്നെ നമ്മളത് കേസ് കൊടുക്കേണ്ടതായിരുന്നു, അന്ന് നമ്മൾ ഋഷിയെ വെറുതെ വിട്ടതുകൊണ്ടാണ് വീണ്ടും മേഡം ഇങ്ങനെ പ്രശ്നത്തിന് വന്നേന്ന്. സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഈ അരുന്ധതിയുടെ ശത്രുത അറിയാവുന്നതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇലക്ഷനിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞത്, സിദ്ധുവിനെ അന്ന് ഇലക്ഷനിൽ നിർത്തി കഴിഞ്ഞപ്പം നിർത്താൻ പറ്റില്ല എന്നും പറഞ്ഞ് പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തിയത് ഈ അരുന്ധതിയുടെ കണക്കുകൂട്ടലനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്ന് അവരുള്ളൂ വിചാരിച്ചത്. ദേവിക MLA ആയിക്കഴിഞ്ഞാൽ അവളുടെ താളത്തിന് തുള്ളൂന്ന് കരുതിയ അവൾ ദേവികയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ കളികളും കളിച്ചത്. പക്ഷേ ദേവിക എൻ്റെ മോളാണെന്നും അവൾ എൻ്റെ കാര്യത്തിൽ ഇടപെടുള്ളൂന്നും അവൾക്ക് അറിയില്ലല്ലോ, എന്തായാലും അവളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയതുകൊണ്ട് തന്നെ ഇനി ദേവികയ്ക്കെതിരെ എന്ത് പ്രശ്നം ഉണ്ടാക്കാനും അവൾ മടിക്കില്ല. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് നേരെ പ്രഭ പറഞ്ഞത്, ഇനിയിപ്പം മോളുടെ MLA കസേര തെറിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവളുടെ ലക്ഷ്യം. ഇതിനു മുമ്പ് മോളെ എങ്ങനെയെങ്കിലും MLA ആക്കി അവളുടെ കയ്യിലാക്കി പ്രഭയ്ക്കെതിരെ യുദ്ധം നടത്തണമെന്ന് വിചാരിച്ച അവളിരുന്നത്, പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി അവൾ മോളെ ആ കസേരയിൽ നിന്ന് ഇറക്കാനാ നോക്കുകയുള്ളൂ. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അത് അച്ഛനും അമ്മയും പറഞ്ഞത് നേരാ, ദേവി എന്തായാലും സൂക്ഷിക്കണം, ഇനി ആര് സഹായം ചോദിച്ചു വന്നാലും അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാതെ ആർക്കും സഹായം ചെയ്തു കൊടുക്കരുത്, ഇപ്പം തന്നെ ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ നമ്മൾ വിട്ടിട്ട് പോന്നിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടാവില്ലായിരുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായില്ലേ നന്ദു, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ലല്ലോ ആ അരുന്ധതി ഇങ്ങനെ
അച്ഛനെയും അമ്മേനെയൊക്കെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തേക്കാന്ന്. അവർ ഈ വീട്ടിൽ തന്നെ വന്നത് നമ്മളുടെ ഭാഗ്യം കൊണ്ടാണ്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എന്നാലും ഇത്രയും പ്രായമായ സ്ത്രീക്ക് ഇങ്ങനെ കൊല്ലണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. അവരെന്ത് പാവമായിട്ട് ഇവിടെ നിന്ന് അഭിനയിച്ച് അവരുടെ മക്കൾ നോക്കൂല, വീട്ടിൽ കയറ്റൂല, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പോകാൻ വീടില്ല എന്നൊക്കെയല്ലേ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് അവരുടെ കയ്യിലിരിപ്പ് ഇതല്ലേ. എന്തായാലും ദേവിക്ക് സംശയം തോന്നിയതുകൊണ്ട് അച്ഛൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട്, ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഗ്യാസ് ലീക്കായിരുന്നു. അന്ന് ഞാൻ ശരിക്കും ഗ്യാസ് കത്തിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. അന്നേരം ഈ രാധാമണിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് രാധാമണി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഗ്യാസ് കത്തിക്കാനായിട്ട് പോയത്. കറക്റ്റ് ആ സമയത്ത് ഭാർഗവി വന്നതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നും രക്ഷപ്പെട്ടത്. ആ സമയം ദേവിക പറയുന്നുണ്ട്, അന്ന് എനിക്ക് സംശയം തോന്നിയതാണ്. കാരണം അമ്മ ഗ്യാസിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 പ്രാവശ്യമെങ്കിലും ശ്രദ്ധിച്ചിട്ടേ ഓഫ് ചെയ്ത് പോരാറുള്ളൂ. ഓഫ് ചെയ്താലും വീണ്ടും അമ്മ അത് ശ്രദ്ധിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ആ രാധാമണിയല്ലേ, അതുകൊണ്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇനി അവരെങ്ങാനും തുറന്നു വിട്ടതാണെന്ന്. അത് മാത്രമല്ല അവർ പാത്തും പതുങ്ങിയൊക്കെ ആർക്കൊക്കെയോ ഫോൺ ചെയ്യണതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ദുരന്തമൊന്നും സംഭവിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. അരുന്ധതിയുടെ മകനും എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ പേടിക്കാനൊന്നുമില്ല അച്ഛാ, ഞാൻ പഴയ ദേവികയല്ലല്ലോ, ഇപ്പം ഞാൻ MLA അല്ലേ, എനിക്കും അവർക്കെതിരെ പലതും ചെയ്യാൻ പറ്റുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ വീട്ടിലോട്ട് കാറ് നല്ല സ്പീഡിൽ തന്നെ ഓടിച്ചു കൊണ്ടേ ചെല്ലാണ്. ആ വരവ് കാണുമ്പം CP ഋഷിയോട് പറയുന്നുണ്ട്, മേഡത്തിൻ്റെ വരവ് കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നണില്ലല്ലോ, മേഡത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ ഋഷിയും CPയും കൂടെ കൂടി ഇറങ്ങി വന്നിട്ട് അരുന്ധതിയുടെ അടുത്ത് എത്തുമ്പം അരുന്ധതി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ദേഷ്യത്തോടു കൂടി കാറങ്ങോട്ട് വലിച്ചടിക്കുമ്പം എന്താ മേഡം, എന്താ പറ്റിയ മേഡം, എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാൻ ആദ്യം CPയും ഋഷിയും അകത്തേക്ക് വാ, ആ ദേവിക ഉണ്ടല്ലോ അവൾ നമ്മളെ ചതിച്ചു എന്ന്. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, ദേവിക ചതിച്ചു എന്നോ, എന്താ അമ്മ ഈ പറയണേ, ദേവികയെക്കുറിച്ച് തന്നെയാണ് അമ്മ ഈ പറയണേന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ അവൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല, പ്രഭാവതിയുടെ മരുമോളല്ലേ, പ്രഭാവതിയുടെയും ആ സിദ്ധാർത്ഥൻ്റെയും അതേ സ്വഭാവം അവൾക്കും ഉണ്ട്, അവൾ എന്നെ പറ്റിക്കുമായിരുന്നു. ആ സമയത്ത് CP പറയുന്നുണ്ട്, മേഡം എന്താ സംഭവിച്ചതെന്ന് തുടർന്ന് പറ, എന്നാലല്ലേ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഇന്ന് ദേവിക ഇവിടെ വന്നിരുന്നു, അതെന്തിനാന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറയാമെന്നും പറഞ്ഞ് അരുന്ധതി അവിടെ ഇരുന്നിട്ട് ദേവിക കരഞ്ഞുകൊണ്ട് ഓടി വന്നതും അരുന്ധതി വന്ന് ഡോറ് തുറന്ന സമയത്ത് മേഡം വീട്ടിലോട്ട് വരണം, അച്ഛനെ ആരോ വെട്ടി, അച്ഛൻ മരിച്ചു പോയി എന്നും പറഞ്ഞ് വിളിച്ചതും അതോടുകൂടി അരുന്ധതി റെഡിയായി ദേവികയുടെ ഒപ്പം പോയതും അവിടെ ചെന്നതും സിദ്ധാർത്ഥൻ്റെ ബോഡി കാണാൻ വേണ്ടി മേളിൽ ചെന്ന് നോക്കിയപ്പം ആ രാധാമണിയെ കെട്ടിയിട്ടേക്കണ കണ്ടു. അതുപോലെ സിദ്ധാർത്ഥൻ്റെ ബോഡി കണ്ടില്ല. താഴെ വന്നിട്ട് ദേവികയുടെയും പ്രഭാവതിയുടെയും നന്ദൻ്റെയൊക്കെ ആ നാടകം കണ്ടതും അങ്ങനെ പ്രഭാവതിനെയും നന്ദനെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സിദ്ധാർത്ഥൻ മേളിൽ നിന്ന് ജീവനോടുകൂടി ഇറങ്ങി വന്നതും പിന്നെ അരുന്ധതിയാണ് ഇത് കൊല്ലാൻ ഏൽപ്പിച്ചതെന്ന് രാധാമണി അവർക്ക് മൊഴി കൊടുത്തതും എല്ലാ കാര്യങ്ങളും CPയോട് പറയുന്നുണ്ട്. ആ സമയത്ത് CP പറയുന്നുണ്ട്, മേഡം എന്ത് വലിയ മണ്ടത്തരമായി കാണിച്ചത്, സിദ്ധാർത്ഥനെ കൊല്ലാൻ ആളെ ഏൽപ്പിക്കണമായിരുന്നെങ്കിൽ നല്ല കൊട്ടേഷൻകാരെ കിട്ടുമായിരുന്നല്ലോ, ആ ഒരു സ്ത്രീ എന്തിനാ മേഡം അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, എന്നിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണു. ആ സമയം അരുന്ധതി പറയുന്നുണ്ട്, അവരെൻ്റെ കാറിൽ കയറി വരാൻ നോക്കി, അതുപോലെ തന്നെ പ്രഭാവതിയും ദേവികയൊക്കെ എന്നോട് പറഞ്ഞത് അവരെയും കൊണ്ടുപോകാനാ, ഞാൻ കൊട്ടേഷൻ കൊടുത്ത് അവരെ വിട്ടതാണെന്നും പറഞ്ഞ്. അപ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ അത് സമ്മതിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ കാറിൽ കയറ്റി കൊണ്ടുവന്നില്ല. എന്നിട്ട് പിന്നെ അവരെവിടെ പോയി, അവരിനി അവർ പോലീസിലെങ്ങാനും ഏൽപ്പിക്കുമെന്ന് ചോദിക്കുമ്പം അതിനൊന്നും സാധ്യതയില്ല, അഥവാ പോലീസിൽ ഏൽപ്പിച്ചാലും പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ആൾക്കാരുണ്ട് ല്ലോ, അവരോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവരെ റിലീസാക്കാൻ പറ്റുമെന്ന്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, എന്തായാലും അമ്മ ആ സ്ത്രീയെ അവിടെ വിട്ടിട്ട് വന്നത് വലിയ മണ്ടത്തരമായിപ്പോയി, എത്രയും പെട്ടെന്ന് ഞാൻ പോയി ആ സ്ത്രീയെ കണ്ടുപിടിച്ച് തിരിച്ചിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം, അവരെ പോലീസിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഇനി സിദ്ധാർത്ഥൻ്റെ കയ്യിലോ വീണ്ടും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ പണിയാവുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അത് ഋഷിയും CPയും പറഞ്ഞത് നേരെ, ഞാൻ ആ സമയത്ത് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, എല്ലാവരുടെയും മുമ്പിൽ കുറ്റവാളിയായി നിന്ന സമയത്ത് എനിക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാനൊന്നും നേരം ഉണ്ടായില്ല, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനേ ഉണ്ടായുള്ളൂ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മളെന്ന് ചോദിക്കുമ്പം CP പറയുന്നുണ്ട്, മേഡം അതോർത്ത് ടെൻഷനാവുമൊന്നും വേണ്ട, മേഡം ഇപ്പം ഇങ്ങോട്ട് പോകുന്നതല്ലേ ഉള്ളൂ, എന്തായാലും അവർ സിദ്ധാർത്ഥൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും, ഞാനും ഋഷിയും കൂടി ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ നമ്മളുടെ CPയും ഋഷിയും കൂടി ഈ രാധാമണി എന്ന് പറയുന്ന സ്ത്രീയെ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ രാധാമണിയാണെങ്കിൽ ആ കവറൊക്കെ തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി ഇതെവിടെ പോകും രാത്രി, എന്തായാലും അവിടെ സുഖമായിട്ട് കിടക്കാറുന്നു. MLA കൊച്ചും ആ പ്രഭാവതി മേഡം ഒക്കെ എത്ര നന്നായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്, ഇതിപ്പോൾ അരുന്ധതി മേഡം എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുമെന്ന് വിചാരിച്ചിട്ട് അരുന്ധതി മേഡം ആണെങ്കിൽ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി, ഞാനുമായിട്ട് അവർക്കൊരു ബന്ധമില്ല എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ അവർ പറഞ്ഞ കൊട്ടേഷൻ പൈസയും കിട്ടൂല, ഞാനിനി അങ്ങോട്ട് പോകുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവർ റോഡ് സൈഡിൽ കാണുന്ന ഒരു കടയുടെ തിണ്ണേ കയറി ഇരിക്കുന്നുണ്ട്.
ഒരു കുറച്ച് സമയം അവിടെ ഇരുന്നതും അതിലെ ഒരു വണ്ടി വരുന്ന കാണുന്നുണ്ട്. ആ വണ്ടി വന്നതും ഇനിയിപ്പോൾ അത് പോലീസ് എങ്ങാനും ആയിരിക്കുമെന്ന് ഓർത്ത് പേടിച്ച് അവർ മാറി നിൽക്കാൻ പോണ നേരത്ത് ആ വണ്ടി അവരുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നത് വേറെ ആരുമല്ല, CP ഋഷിയാണ്. CPനെ ഋഷിനെയും കണ്ടതും അവർക്ക് സമാധാനമാവുന്നുണ്ട്. അരുന്ധതി മാഡം പറഞ്ഞിട്ട് ഇവർ വിളിക്കാൻ വന്നതാന്ന് വിചാരിച്ച് നമ്മളുടെ രാധാമണിയാണെങ്കിൽ CPയുടെ അടുത്തേക്ക് ചെല്ലണ സമയത്ത് CP ദേഷ്യത്തോടു കൂടി നിങ്ങൾ വണ്ടിയിലോട്ട് കയറുന്നു പറഞ്ഞ് രാധാമണിയെ പിടിച്ച് വലിച്ച് വണ്ടിയിലോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മിക്കവാറും അരുന്ധതിയും ഋഷി എല്ലാവരും ചേർന്ന് രാധാമണിയെ കൊന്നുകളയാനാണ് സാധ്യത. എന്നിട്ട് ആ കുറ്റം ചന്ദ്രോത്തുകാരുടെ തലയിൽ വയ്ക്കാനുള്ള ഒരു ഇതാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കണം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.